ആരാന്നറിയാല്ല, ഗുജറാത്തി ഗർഭ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നമ്മളൊരു 4-5 മിനിറ്റ് പെർഫോമൻസ് സ്റ്റേജിൽ വരുന്നതിന് മുമ്പേ കുറച്ച് ദിവസങ്ങളുടെ കഷ്ടപ്പാടും അതിനകത്ത് ഒരുപാട് നല്ല രസകരമായ മെമ്മറീസും ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഐശ്വര്യ, യാത്രാമോഹിലേക്ക് സ്വാഗതം. ആക്ച്വലി നമുക്കിന്ന് ഒന്നും അറിയില്ല. ഞങ്ങൾ ഓൾറെഡി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ ഞങ്ങളുടെ ഫൈനൽ റിഹേഴ്സൽ കാണിക്കാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഭാരത് ഭവനിൽ. ഇതിനകത്തുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഫൈനൽ റിഹേഴ്സൽ അവരുടെ ഓഫീസേഴ്സിൻ്റെ മുമ്പിലൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് എങ്ങാനും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൈജിച്ചേട്ടൻ്റെ ഇത് ഞങ്ങളുടെ മാസ്റ്ററിൻ്റെ നിന്ന് കിട്ടുന്ന ചീത്തയ്ക്ക് കയ്യും കണക്കും കാണത്തില്ല. ഉള്ളത് പറഞ്ഞ് ഞങ്ങളുടെ ടെൻഷൻ തീർത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ബഹളം വെച്ചുവാണെന്നൊക്കെ തന്നെ പറയാം കേട്ടോ. ഒരു കലാകാരി എന്ന നിലയിൽ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അത്രയും വലിയൊരു ഷോയിൽ അതിൻ്റെ ഒരു പാർട്ടാവും കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രോഗ്രാം വരുന്നത് കൊച്ചി ഹയാത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. നേരെ നമുക്ക് സ്റ്റേജിലേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഫൈനൽ റിഹേഴ്സൽ നോക്കാനുണ്ട്. ഫൈനൽ റിഹേഴ്സലായിട്ട് ഫുള്ളായിട്ട് നോക്കുന്നില്ല, നമുക്ക് സ്റ്റേജിൽ കയറേണ്ട രീതിയും ഇറങ്ങേണ്ടതും പിന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ പൊസിഷൻസൊക്കെ നോക്കാനാണ് ഇപ്പോൾ നമ്മൾ മെയിൻ സ്റ്റേജിലേക്ക് പോകാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പോലീസ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാർഡില്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റേജിലേക്കാണ്. സ്റ്റേജിൽ എല്ലാവരും എത്തി ഓരോരുത്തരുടെ പൊസിഷൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് ആരാന്നറിയാല്ല, ഗുജറാത്തി ഗർഭ. ഇന്നത്തെ ദിവസം എനിക്ക് പ്രോഗ്രാമിന് മാത്രമല്ലായിരുന്നു, ഒരു 4-5 കുട്ടികൾക്ക് മേക്കപ്പും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ സത്യമായിട്ട് നല്ല ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. കാരണം ഇവർക്ക് മേക്കപ്പ് ചെയ്ത് പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറാൻ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സമയം കിട്ടുമോ, ലേറ്റായി പോവോ, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാലാഖയെ പോലെ ദീപിക എൻ്റെ മുമ്പിൽ അവതരിച്ചത്. അങ്ങനെ ഞാനും ദീപികയും കൂടെ ആയിരുന്നു പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് തീർത്തത്. ഇവൾക്ക് മേക്കപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ കിടന്ന് ചിരിക്കാനുള്ള കാരണം ഞാൻ പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് ക്യാമറയിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് മറ്റേ ദിലീപിൻ്റെ സിനിമയിൽ അമ്മേ എന്ന് പറയുന്നൊരു സീനുണ്ടല്ലോ, മമത മോഹൻദാസിന് പഴയ ഡ്രസ്സ് സൂക്ഷിച്ച് വെച്ചേക്കുന്ന രീതി കാണിച്ചു കൊടുക്കുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ പെട്ടതുണ്ടായത്. കാരണം ക്യാമറയിൽ കൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടങ്ങ് തോന്നി. എന്ത് തന്നെയായാലും അങ്ങനെയൊന്നും അല്ലായിരുന്നു. നേരിട്ട് മേക്കപ്പ് കുഴപ്പമില്ലാതൊക്കെ പോയി. അതിനുശേഷം എനിക്ക് സമാധാനമായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് റെഡിയായി കഴിഞ്ഞ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് കാണിക്കാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലുള്ള നിങ്ങൾക്കുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.